ഹലോ ഫ്രണ്ട്സ്, വർഷത്തിലൊരിക്കൽ മാത്രം പെസഹായ്ക്കുണ്ടാക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെയും പാലിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം നമുക്ക് പെസഹാപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ഉഴുന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം. അപ്പം ഉണ്ടാക്കാനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 5 മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചരിയുള്ള വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3 ചുമന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒരു തരിതരിപ്പായിട്ട് അരച്ചു കൊണ്ടുവരാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഉഴുന്ന് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സിയിലൊന്ന് അടിച്ചു കൊണ്ടുവരാം. മാവിന് ഈ ഒരു കൺസിസ്റ്റൻസി മതി, ഒത്തിരി ലൂസ് ആക്കണ്ട. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. മാവ് ഒഴിക്കുന്ന പാത്രത്തിലേക്ക് ഓയിലോ നെയ്യോ നമുക്ക് പുരട്ടി കൊടുക്കാം. ഈ പ്ലേറ്റിൻ്റെ ഒരു പകുതി ഭാഗം വരെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി, ഒത്തിരി കനത്തിൽ വയ്ക്കേണ്ട. ഇങ്ങനെ ഞാൻ പകുതി വരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓശാന ഞായറാഴ്ച നമുക്ക് പള്ളിയിൽ നിന്ന് വെഞ്ചരിച്ച് കിട്ടുന്ന കുരുത്തോല ഉപയോഗിച്ച് നമ്മൾ കുരിശുണ്ടാക്കിയാണ് മാവിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഒരു അപ്പച്ചെമ്പിൻ്റെ പകുതി ഭാഗത്തോളം വെള്ളം ഒഴിച്ച് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തട്ടിന് മുകളിലായിട്ട് മാവ് വെച്ച് ഇനി അപ്പച്ചെമ്പ് മൂടി വെച്ച് നമുക്ക് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കാം. ടൂത്ത് പിക്കിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ വെന്തോന്നുള്ളതാണ്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചെറിയൊരു പാത്രത്തിൽ കൂടെ ഒഴിച്ചു കൊടുക്കാനുള്ള മാവുണ്ടായിരുന്നു. ഇനി നമുക്കിതിന് പാലുണ്ടാക്കാനായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. 150 ഗ്രാം ശർക്കരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുത്ത ശർക്കര പാനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്ത് കലക്കിയെടുക്കണം. ഏകദേശം 1/2 കപ്പോളം 2ാം പാലാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിപ്പൊടി ചേർത്തതിന് ശേഷം തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു 1/4 കപ്പ് 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി വന്നാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ഞാലിപ്പൂവൻ പഴം ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് പരുവമായിട്ട് വന്നിട്ടുണ്ട്. തണുക്കുമ്പോൾ ചെറുതായിട്ട് ഒന്ന് കുറുകി വരും. അങ്ങനെ നമ്മുടെ പെസഹാപ്പവും പാലും ഒക്കെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.